ഹായ് ഗായ്സ്, അപ്പോൾ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അനിയത്തിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് വടക്കാഞ്ചേരി പോകാൻ കേട്ടോ നമ്മൾ. അപ്പോൾ ഇത് മാമൻ്റെ മോളാണ് ആരു. അപ്പോൾ നമ്മൾ മാമൻ്റെ വീട്ടിലിരിക്കുകയാണേ. അപ്പോൾ ഇസു അവിടെ വല്യമ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ അവിടെ ഉള്ള. അപ്പോൾ ഇത് എൻ്റെ കസിനാട്ടാ അപർണ, പിന്നെ എൻ്റെ ഐഷു, പിന്നെ ആരു, പിന്നെ ആദി. അപ്പോൾ പിള്ളേരോണ്ടൊക്കെ ഒരു ഹായ് പറയിപ്പിച്ചതാണ് കേട്ടോ ഗൈസ് ഞാൻ. അപ്പോൾ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ പിന്നെ ഇവിടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടി നടന്നാൽ തന്നെ മെയിൻ റോഡിലേക്കുള്ള വഴിയെത്തി. പിന്നെ നമ്മൾ മുള്ളൂർക്കര സെൻറ്ററിലെത്തിയിട്ടാ. എന്നിട്ട് പിന്നെ അങ്ങോട്ട് ക്രോസ് ചെയ്ത് വടക്കാഞ്ചേരി റൂട്ടിലേക്ക് തൃശ്ശൂർ അങ്ങടാണ് കേട്ടോ വണ്ടി കയറണ്ടേ. എന്നിട്ട് അവിടെ കുറച്ച് വണ്ടി അടുത്ത് നിന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടി വന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു വണ്ടി പോയിണ്ടായിരുന്നു, ഞങ്ങൾ വന്നപ്പോൾ തന്നെ അതിൽ കയറാൻ പറ്റിയില്ല. പിന്നെ രണ്ടാമത് പറഞ്ഞ വണ്ടിയിൽ കയറി. അപ്പോൾ ഫ്രണ്ടിൽ സീറ്റ് ഉണ്ടായിരുന്നേ, അപ്പോൾ അവിടെ കയറി ഇരുന്ന്. അപ്പോൾ ഗൈസ് നമ്മൾ ഒട്ടുപാറ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ടാ. അപ്പോൾ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് കുറച്ച് അങ്ങോട്ട് നടക്കാണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ സംസാരിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്കത് ഓഡിബിൾ ആവില്ല, കാരണം വണ്ടി നിർത്തിയിട്ട് നല്ല സൗണ്ട് ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കണ്ട റൈറ്റിലോട്ടുള്ള അങ്ങോട്ട് തിരിഞ്ഞിട്ട് അങ്ങനെ കുറച്ച് അങ്ങോട്ട് പോയാൽ കടയായി ഗൈസ്. അപ്പം ഞാനും ഐഷു ഓരോന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ കടയുടെ അവിടെ എത്താറായേ. അപ്പോൾ ഗൈസ് നമ്മൾ പ്യാരി ഫാൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഈ കടയിലേക്ക് കേട്ടോ നമ്മൾ വന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ബ്ലൂ ഹെവൻ്റെ അവളൊരു റെഡ് ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് അത് രണ്ട് സൈഡ്, ഒരു സൈഡ് ഇങ്ങനെ ക്രയോണും ഒരു സൈഡ് ലിക്വിഡുള്ള ആ ഒരു ടൈപ്പ് ലിപ്സ്റ്റിക്ക് എടുത്തിട്ടാണ്. പിന്നെ അവൾക്ക് സ്ക്രഞ്ചീസ് വാങ്ങണം എന്ന് പറഞ്ഞ്. അപ്പോൾ മുന്നേ ഇങ്ങനെ ആയിരുന്നില്ല, എല്ലാം താഴെ തന്നെ ആയിരുന്നു കേട്ടോ. ഇപ്പം മുകളിലേക്ക് ഇങ്ങനെ സ്റ്റെയർ വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ കുറേ വെറൈറ്റി തരം സ്ക്രഞ്ചീസ് ഉണ്ട്. അപ്പോൾ ഐഷു ഒരു ആ ബ്ലാക്ക് സ്ക്രഞ്ചി എടുത്തു എന്ന് എനിക്ക് തോന്നണേ. പിന്നെ ഈ സ്ക്രഞ്ചീസ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ, പക്ഷെ അത് കുറച്ച് കുഞ്ഞി പിള്ളേർ ഇടുന്ന ടൈപ്പ് ആയോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് എടുത്തില്ല, അത് അവിടെ വെച്ച്. പിന്നെ അങ്ങനെ കുറേ സ്ക്രഞ്ചീസ് ഉള്ളതുകൊണ്ട് തന്നെ അവളും ആകെ ഡൗട്ടായിട്ട് ഏതെടുക്കണം. പിന്നെ ക്രാബ് സെക്ഷനിലേക്ക് പോയി. അവിടുന്ന് ഈ ക്രാബ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, പക്ഷെ അത് അത്ര ഉറപ്പ് തോന്നിയില്ല കേട്ടോ. പിന്നെ ഞാനിതാ ഈ വെള്ള ക്രാബിൽ ഇപ്പോൾ എടുത്തത് അതാണ് കേട്ടോ ഞാൻ എടുത്തത്. അത് കുറച്ച് ഉറപ്പ് തോന്നി. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് കൈ സാധനം എടുക്കുക. മുന്നേയൊക്കെ ഭംഗി കണ്ടിട്ട് അങ്ങനെ എടുത്തിട്ട് പോരാറാണ് പതിവ്. പിന്നെ ഇവിടെയാണെങ്കിൽ ഈ കടയിലാണെങ്കിൽ കൂടുതലും കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഏതെടുക്കേണ്ടത് ഇങ്ങനെ കൺഫ്യൂഷനായിരുന്നു. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഐറ്റംസ് കണ്ടോ. ഹെയർ ബാൻഡ് പോലും ഇത്രയും പരപ്പ് ഐറ്റംസ് ആ താഴെയും മുകളിലായിട്ട് അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഐഷുവിന് ബോ പോലെ വരുന്ന ഒരു ഹെയർ ബാൻഡ് വേണമെന്ന് പറഞ്ഞിട്ടാണ് പോയാൽ. അത് ഫസ്റ്റ് ടൈപ്പ് കണ്ടില്ല, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കിട്ടി. പിന്നെ ഇങ്ങനെ മുടി പരത്തിയിടുമ്പോൾ സൈഡിലൊരു ക്ലിപ്പ് കുത്താൻ മേടിക്കണം എന്ന് പറഞ്ഞ് അത് കുറച്ചൊന്നും പറഞ്ഞിട്ട് ഇത് എനിക്കെടുത്താട്ടോ. അവൾക്കൊരു വേറെ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിന് ശേഷം നമ്മൾ എന്താ നോക്കണം, പിന്നെ നമ്മൾ താഴോട്ട് പോയിട്ട് നമ്മൾ കമ്മലുകൾ നോക്കി. അമ്മയ്ക്ക് സെക്കൻഡ് സ്റ്റഡ് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ കമ്മലൊന്നും ഞാൻ എടുത്തില്ല. എൻ്റെ അടുത്ത് ബാംഗ്ലൂർ കുറച്ചധികം കമ്മലുകളുണ്ട്. അപ്പോൾ ഇവൾ എന്നോട് നോക്കിക്കോ മേടിച്ചോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഈ വൈറ്റ് കമ്മൽ കേട്ടോ അമ്മ അമ്മയ്ക്ക് 4 എണ്ണം ഉണ്ട് കേട്ടോ ശരിക്കും കാതിൽ. പക്ഷേ 3 എണ്ണമുള്ള സെറ്റാണ് നമുക്ക് കിട്ടിയുള്ളൂ കമ്മലിൻ്റെ. അപ്പോൾ ആ വൈറ്റ് എടുത്തത് നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ ആപ്സ് ഗുഡ്നസിൻ്റെ മറ്റേ മുൾട്ടാനി മിൽട്ടിയുടെ ഒരു പൗഡർ എടുത്ത്. പിന്നെ ഞാൻ ഹെന്ന പൗഡർ എടുക്കണമെന്ന് വെച്ചപ്പോൾ അവൾ പറഞ്ഞു ചിലപ്പോൾ മുടിയിൽ കളർ പിടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതൊന്നും എടുക്കാൻ നിന്നില്ല. പിന്നെ ഇങ്ങനെ ജുംക്കൊക്കെ വെറുതെ നോക്കിയിട്ടോ. അതിപ്പോൾ ആരായാലും നമ്മൾ കമ്മലൊക്കെ കണ്ട ഇങ്ങനെ അവിടെ പോയി നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് വെക്കുമല്ലോ. അപ്പം നല്ല ഭംഗിയുള്ള. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞ് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റാൻഡിൽ പോയിട്ട് ബസ് കയറാം. അപ്പോൾ സമാധാനമാവും. കുറേ സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ, കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടു. ഐഷുവിൻ്റെ വിഷു കിട്ടത്തിൽ പൈസ വെച്ചിട്ടാണ് സാധനങ്ങൾ മേടിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കേൾക്കുമോയെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കാം. അപ്പോൾ ഗൈസ് സ്റ്റാൻഡിൽ എത്തിയുടനെ തന്നെ നമുക്ക് ബസ് കിട്ടിയിട്ടാണ്. ബസ്സിൽ കയറി. നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ മുള്ളൂർക്കര ഇറങ്ങിയപ്പോൾ നീളേ കയറിയിട്ട് കഴിക്കാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ച്. പിന്നെ ഗേറ്റ് അടവായിരുന്നു കേട്ടോ. അപ്പോൾ
അവിടെ അതാട്ടെ നമ്മുടെ അവിടുത്തെ അമ്പലം. പിന്നെ കുറച്ചങ്ങ് നടന്നപ്പോൾ വെള്ളം തയ്ക്കണെന്ന് പറഞ്ഞു ഐസു. അപ്പോൾ പിന്നെ കടയിൽ കയറിയിട്ട് വെള്ളം മേടിച്ച്. ഹായ് ഗൈസ് റൈറ്റാ, ഇതാണ് വഴി. ഈ വളവ് കഴിഞ്ഞാൽ നമ്മുടെ വീട് അവരായി. കൂടെ പോയാൽ നമ്മുടെ തറവാട്. ഈ വഴി കൂടെ പോയാൽ നമ്മുടെ തറവാടാണ് കേട്ടോ. അമ്മയുടെ വീടാണ് ഈ വഴി പോയാൽ. ഗൈസ് പിന്നെ കുറച്ചങ്ങ് നടന്നപ്പോൾ അമ്മ എടുത്തങ്ങ് കുടിച്ച് കിട്ടാ ഗൈസ്. അപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ടാ. അപ്പം ഇത് മാമൻ്റെ ബുള്ളറ്റാണേ. ഹായ് ഗൈസ്, അപ്പം നമ്മൾ ഡ്രസ്സ് മാറിയിട്ടാ. ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ ഒരു ബ്രൗണി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 20 രൂപ ഇട്ടതിൻ്റെ വില. പക്ഷെ നല്ല ടേസ്റ്റുള്ള ഐറ്റാണ്. അപ്പോൾ അതങ്ങ് പൊട്ടിച്ചിട്ട് അത് കഴിച്ചു. അപ്പം അത് കഴിച്ചതിന് ശേഷം നല്ല എണ്ണയാണ് കേട്ടോ. ഇതുണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ചിക്കനാണെന്ന് തോന്നണം, അറിയില്ല. അതെ ചിക്കനാണെന്ന് തോന്നുന്നുണ്ട്. പോക്കറ്റ് ബ്രെഡ് കേട്ടോ. അപ്പം ഇനി ഗൈസ് കഴിക്കലൊക്കെ കഴിഞ്ഞു. അപ്പം ഇനി ഈ കട്ടിൽമ കിടക്കണ തുണിയോളൊക്കെ ഒതുക്കണം. രാവിലെ തന്നെ അടിച്ചു വാരിയിട്ടുകൊണ്ട് ആ പണിയുള്ള കേട്ടോ. അപ്പം നമുക്ക് കട്ടിലിൻ്റെ മുകളിൽ തുണിയോളൊക്കെ ഒതുക്കാം. എന്നിട്ട് ഒതുക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അച്ചാച്ചന് ഫ്ലാസ്കിൽ നിറയ്ക്കാനുള്ള വെള്ളം വെച്ച് കൊടുക്കും. ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.